ദല്ലാൽ നന്ദകുമാറിന്റെ മുന്നിൽ വിശ്വസ്ത വിനീത വിധേയരായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എന്നുള്ള നിലയിലേക്ക് ഈ 35,000 ബ്രാഞ്ചുകളുള്ള ഈ പാർട്ടി അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ആളുകളൊക്കെ വളരെ ഭയത്തോടുകൂടി കണ്ടിരുന്ന CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെയും അതിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. എനിക്കിത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, 2006 എന്നെ CPM-ൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ വിളിച്ചതായി പറയുന്ന 17 ഫോൺ നമ്പറുകൾ കൂടി കൊടുത്തുകൊണ്ടുള്ളൊരു കുറ്റപത്രം തന്നുകൊണ്ടാണ് ഇതേ പിണറായി വിജയൻ തന്നെ 2006 എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. ഏതൊക്കെ നിലയിലാണ് അവരെ ഈ പാർട്ടി നേതാക്കൾ വഞ്ചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തെളിവാണ്. ഇപ്പോൾ പിണറായി വിജയൻ ഒരു വേറൊരാളുടെ പേരിലുള്ളൊരു സിം എടുത്ത് ഉപയോഗിച്ചെന്നും അത് ഉപയോഗിച്ച് തന്നെ വിളിച്ചു എന്നുള്ള ആരോപണമാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് ചെറിയ ആരോപണമല്ല, ഏറ്റവും വലിയ ആരോപണമാണ്. പ്രതിപക്ഷം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അഡ്വക്കേറ്റ് KM ഷാജഹാൻ സാറാണ്. സാർ, ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിവാദം വന്നിട്ടുണ്ടല്ലോ, അതായത് TG നന്ദകുമാർ വലിയ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം പറഞ്ഞേക്കുന്നൊരു വാചകം, സെക്രട്ടേറിയറ്റ് EP ജയരാജനോട് പറഞ്ഞിരുന്നത് EPGക്കെതിരെ നടപടിയൊന്നുമില്ല, പക്ഷേ ഈ നന്ദകുമാറുമായിട്ടുള്ള, അതായത് ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള ബന്ധവും അവസാനിപ്പിക്കണമെന്നാണ്. ഇന്ന് നന്ദകുമാർ വെല്ലുവിളിച്ചേക്കുന്ന ഒരു കാര്യം, ഞാനുമായിട്ടുള്ള ബന്ധം പാർട്ടിയല്ല പടച്ചോൻ പറഞ്ഞാൽ പോലും അവർക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല, ഇനി ഇതിനെ ആരാണ് ഇതിൽ മര്യാദക്കാരെന്നാണ് ചോദിച്ചേക്കുന്നത്. സാർ കേട്ടിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അല്ല, ഇത് എനിക്കിതിനകത്ത് തോന്നുന്നൊരു അത്ഭുതം എന്താണെന്നറിയാമോ രതീഷ്, അതായത് VS അച്യുതാനന്ദനെ പോലെയും P കൃഷ്ണപിള്ള പോലെയും ഒക്കെ ഉള്ള ആളുകൾ, ഞാനത് പലയിടത്തും പറയുന്നതാണ്. VS അച്യുതാനന്ദൻ 1940-കളിൽ കുട്ടനാട്ടിൽ പാർട്ടി ഉണ്ടാക്കാൻ പോയപ്പം 5 രൂപ മേടിച്ചുകൊണ്ട് പോകും. 5 രൂപ തീർന്നു കഴിയുമ്പോഴത്തേക്കും കുളത്തിലിറങ്ങി കിടന്നിട്ട് പിന്നെ ഷർട്ടും മുണ്ടും അലക്കി അയലിടും. 2-3 മണിക്കൂർ അവിടെ കിടന്നിട്ടാണ് അത് ഉണങ്ങിയിട്ട് അത് ഇട്ടുകൊണ്ട് പിന്നീട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പോകും. അതായത് 17 വയസ്സിലാണ് VS അച്യുതാനന്ദനെ P കൃഷ്ണപിള്ള പാർട്ടിയിൽ ചേർക്കുന്നത്. അങ്ങനെയുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഉള്ള ഒരു 360 ഡിഗ്രി ട്രാൻസ്ഫോർമേഷൻ ആണ് ഇന്നിപ്പോൾ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അച്യുതാനന്ദൻ്റെയും കൃഷ്ണപിള്ളയുടെയും എല്ലാം പാർട്ടിയിൽ നിന്ന് ദല്ലാൽ നന്ദകുമാറിനെ കണ്ടാൽ വിറച്ച് വാലും ചുരുട്ടി ഓടുന്ന, അല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാറിൻ്റെ മുന്നിൽ വിശ്വസ്ത വിനീത വിധേയരായി നിൽക്കുന്ന പാർട്ടി നേതാക്കൾ എന്നുള്ള നിലയിലേക്ക് ഈ 35,000 ബ്രാഞ്ചുകളുള്ള ഈ പാർട്ടി അധപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ അവസാന ഉദാഹരണം ഞാൻ പറയില്ല, കാരണം ഇനി ഒരുപാട് പുറത്തു വരാനുണ്ട്. പുതിയ ഉദാഹരണമാണ് ശരിക്കും ദല്ലാൽ നന്ദകുമാർ നടത്തിയിട്ടുള്ള ഈ വെളിപ്പെടുത്തൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ആമുഖമായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം കൂടി ഉള്ളൂ. ഇന്ന് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ താരം എന്ന് പറഞ്ഞാൽ ആരാ? കോൺഗ്രസ് നേതാക്കന്മാരോ അല്ലെങ്കിൽ CPM നേതാക്കന്മാരോ അല്ലെങ്കിൽ BJP നേതാക്കന്മാരോ അല്ല. ദല്ലാൽ ആണെന്ന് സ്വന്തമായി തന്നെ വിലയിരുത്തുന്ന ഒരാൾ. ഞാൻ EP ജയരാജനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നാളെ ഏത് ദല്ലാൽ എന്ത് ദല്ലാൽ എന്നൊന്നും പറഞ്ഞേക്കാം. അപ്പോൾ സ്വയമേ തന്നെ ഒരു ഇടനിലക്കാരനായി കണക്കാക്കുന്ന ഒരാളുടെ അധീനതയിലേക്ക് 35,000 ബ്രാഞ്ചുകളുള്ള ഈ പാർട്ടി ചെന്ന് പെട്ടു എന്നതാണ് ഏറ്റവും വലിയൊരു ദുര്യോഗമായിട്ട് ഇപ്പം ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും കാണാൻ കഴിയുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അല്ല, ഇതിൽ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു വലിയ ചോദ്യം ഇതിനിടയ്ക്കുള്ളത്, ആരാണ് മര്യാദക്കാരുള്ളതെന്നാണ്. അതായത് ആർക്കാണ് ഇതിൽ ബന്ധമില്ലാത്തതെന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പുതിയൊരു വെളിപ്പെടുത്തൽ നടത്തിയേക്കുന്നത്, പിണറായി വിജയൻ കൽക്കട്ടയിൽ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ മീറ്റിംഗ് ആണോ കേന്ദ്ര കമ്മിറ്റിയാണോ എന്ന് അദ്ദേഹത്തിന് ഉറപ്പില്ല, അത്തരത്തിൽ മീറ്റിങ്ങിന് പോയിരുന്നു എന്നും ആ മീറ്റിങ്ങിന് പോയപ്പോൾ തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തെ ഒരു മിസ്ഡ് കോൾ വന്നു. ആ കോൾ ആരാണെന്ന് പരിശോധിച്ചപ്പോൾ കൽക്കട്ടയിലുള്ള ഒരാളുടെ പേരാണ് ഇതിനകത്ത് എഴുതി കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ പേരെഴുതി കാണിച്ചപ്പോൾ അദ്ദേഹം അത് അന്വേഷിച്ചപ്പോൾ കൽക്കട്ട പാർട്ടി ഓഫീസിൽ ഒരാളുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ പേരിലെടുത്തൊരു സിമ്മാണെന്ന് പറഞ്ഞു. അതിനുശേഷം അത് അന്വേഷിച്ചപ്പോൾ ആ സിം ഉപയോഗിച്ചാണ് ഈ നന്ദകുമാറിനെ, അതായത് ദല്ലാൽ നന്ദകുമാറിനെ പിണറായി വിജയൻ നേരത്തെ വിളിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണമാണ് അദ്ദേഹം ഉദ്ധരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഫോണിൽ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി കിടക്കുന്നുണ്ടാവും, എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്നുള്ള നിലക്കാണ് ഒരു ആർജവത്തോടു കൂടി നമ്മളൊക്കെ ആളുകളൊക്കെ വളരെ ഭയത്തോടു കൂടി കണ്ടിരുന്ന CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെയും അതിൻ്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറെയൊക്കെ വെല്ലുവിളിക്കുകയാണ്. എനിക്കിത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഓർമ്മ വരുന്നത് എന്താണെന്നറിയോ, 2006 എന്നെ CPM-ൽ നിന്ന് പുറത്താക്കുമ്പോൾ
ഞാൻ വിളിച്ചതായി പറയുന്ന 17 ഫോൺ നമ്പറുകൾ കൂടി കൊടുത്തുകൊണ്ടുള്ളൊരു കുറ്റപത്രം തന്നുകൊണ്ടാണ് ഇതേ പിണറായി വിജയൻ തന്നെ 2006 എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത്. അതേ പിണറായി വിജയൻ തന്നെ എന്നെ അന്ന് പുറത്താക്കിയ അതേ കാരണം തന്നെ അദ്ദേഹത്തിന് എതിരായി ഇന്ന് ആട്രിബ്യൂട്ട് ചെയ്യപ്പെടുകയാണ്. ഞാനന്ന് മാധ്യമങ്ങളെ വിളിച്ചു എന്നും പറഞ്ഞിട്ടുള്ള ചില ഫോൺ നമ്പറുകളാണെന്ന് എൻ്റെ പേരിൽ തന്നിരുന്നതെങ്കിൽ ഇന്ന് അദാനിക്കും അംബാനിക്കും ഒക്കെ വേണ്ടി ഏജൻസി പണി ചെയ്യുന്ന ഒരു ദല്ലാളിനെ ഒരു ബംഗാളിയുടെ പേരിലുള്ള ഒരു സിം കാർഡ് എടുത്ത് വിളിക്കുന്നു എന്ന് ആ ദല്ലാൾ തന്നെ പറയുകയാണ്. ആ ദല്ലാൾ തന്നെ അത് വെല്ലുവിളിക്കുകയാണ്. ഈ ദല്ലാൾ പറയുന്നത് ആരെക്കുറിച്ചിട്ടാണ്? കേരളത്തിലെ CPMൻ്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവും പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും ഉൾപ്പെടെ തൻ്റെ ചവിട്ടടിയിൽ നിർത്തിയിരിക്കുന്നു എന്ന് പറയുന്ന പിണറായി വിജയനെതിരായിട്ടാണ് ദല്ലാളെന്ന് സ്വയം വിശേഷിക്കുന്ന ഒരാൾ പരസ്യമായി വന്ന് ഇതുപോലുള്ള കാര്യങ്ങൾ പറയുന്നതെന്ന് നമ്മൾ ഓർക്കണം. മനസ്സിലായോ? അപ്പം ആ നിലയിലേക്ക് ഇത് അധപ്പതിച്ചിരിക്കുന്നു. ഇപ്പോൾ പിണറായി വിജയനെതിരെ ഇങ്ങനെയൊക്കെ ആരെങ്കിലും അടിസ്ഥാനരഹിതമായിട്ട് പറയുമോ? ഇപ്പോൾ പിണറായി വിജയൻ ഒരു വേറൊരാളുടെ പേരിലുള്ളൊരു സിം എടുത്ത് ഉപയോഗിച്ചെന്നും അത് ഉപയോഗിച്ച് തന്നെ വിളിച്ചു എന്നുള്ള ആരോപണമാണ് അയാൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് ചെറിയ ആരോപണമല്ല, ഏറ്റവും വലിയ ആരോപണമാണ്. ആ ഉന്നയിച്ചിരിക്കുന്ന ആരെക്കുറിച്ചിട്ടാണ്? കേരളത്തിൽ ഇന്ന് ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ കുറിച്ചിട്ടാണ് ഉന്നയിച്ചിരിക്കുന്നത്. അത് അങ്ങനെ ദല്ലാൽ നന്ദകുമാർ എന്നൊരാൾ ഉന്നയിക്കണമെങ്കിൽ അയാളുടെ കയ്യിൽ അതിനുള്ള തെളിവുകൾ മുഴുവൻ ഉണ്ടാവണം. ആ തെളിവുള്ളത് കൊണ്ടാണല്ലോ അയാൾ ഉന്നയിക്കുന്നത്. അപ്പം ആ നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നും ഇനി ഈ പാർട്ടി എങ്ങനെയാണ് അധപ്പതിക്കുക എന്നുമാണ് എനിക്ക് മനസ്സിലായത്. ഇതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ഈ പാർട്ടിക്ക് അധപ്പതിക്കാൻ കഴിയുക എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ല, ഇത് അധപ്പതിച്ചു എന്ന് പറയുമ്പോൾ ഇത് ഏതാണ്ട് ഇപ്പം സംഭവിച്ചൊരു കാര്യമല്ല. കാരണം നമ്മൾ ഇപ്പം ഇദ്ദേഹത്തെ ഈ ദല്ലാൽ നന്ദകുമാറിൻ്റെ തന്നെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം 2004 അതായത് മൂവാറ്റുപുഴയിൽ നിന്ന് PC തോമസ് മത്സരിക്കുന്ന ആ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത്തരത്തിലുള്ള ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് മാത്രമാണ് അവിടെ ദുർബലനായിട്ടുള്ള ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തിയെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപജയം ഇന്നെങ്കിലും തുടങ്ങിയതല്ല എന്നല്ലേ സാർ നമ്മൾ മനസ്സിലാക്കുന്നത്? ഇത് പിന്നെ രതീഷ്, ഇതിനകത്ത് നമ്മൾ ഈ പാർട്ടി അണികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഏതൊക്കെ നിലയിലാണ് അവരെ ഈ പാർട്ടി നേതാക്കൾ വഞ്ചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു തെളിവാണ്. കാരണം നമ്മൾ പറയുന്നതിനെക്കുറിച്ച് നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കോൺഗ്രസിൻ്റെ പാർട്ടിയെ കുറിച്ചിട്ടല്ല, വേറെ ഏതൊരു ബൂർഷ്വാ പാർട്ടിയെ കുറിച്ചിട്ടല്ല പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ആ പാർട്ടിയുടെ ഏറ്റവും വലിയ വർഗശത്രുവാണ് BJP. കാരണം ഒരു വർഗീയതയുടെ അടിസ്ഥാനത്തിൽ ഒരു മതാധിഷ്ഠിത രാജ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് പാർട്ടിയാണല്ലോ BJP. ആ BJP ആണ് ശരിക്കും CPMൻ്റെ ഏറ്റവും വലിയ ശത്രു. ആ BJPയോടൊപ്പം നിൽക്കുന്ന ഒരാളെ ഒരു കാരണവശാലും CPM ജയിക്കാത്ത ഒരു മണ്ഡലത്തിൽ 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അവിടെ നിന്ന് BJPക്ക് ജയിച്ചു വരാനുള്ള ഒരവസരം പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെന്നും താനാണ് ഇതിന് ഇടനിലക്കാരനെന്നും പിന്നെ ദല്ലാൽ നന്ദകുമാർ പറയുകയാണ്. അപ്പം നമ്മൾ അത്ര അധാർമികവും എത്ര വഞ്ചനാപരവുമായിട്ടുള്ളൊരു സമീപനമാണ് ഈ പിണറായി വിജയൻ പാർട്ടി അണികളോട് കാണിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. കാരണം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന സംഭവം അയാൾ ഈ പറയുന്നത്. എത്ര ആധികാരികമായിട്ടാണ് അയാൾ പറയുന്നത്. അയാൾ പറഞ്ഞത് ഞാൻ കേട്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത്, അന്ന് ആ മണ്ഡലത്തിൽ നിർത്തേണ്ട ഒരു സ്ഥാനാർത്ഥിയുടെ പേര് കോലഞ്ചേരി പിതാവ് പിണറായി വിജയൻ്റെ കയ്യിലേക്ക് കൊടുത്തുവെന്നും ആ പേര് മനഃപൂർവ്വം മാറ്റിവെച്ച് ദുർബലനായൊരു മുസ്ലിം സ്ഥാനാർത്ഥി അവിടെ നിർത്തിച്ചുവെന്നും PM ഇസ്മായിലിനെ നിർത്തിച്ചുവെന്നും അയാളെ 500 വോട്ടിന് വിജയിപ്പിച്ചു കൊടുത്തു എന്നുമാണ് പിണറായി വിജയനെ കുറിച്ചിട്ട് 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ദല്ലാൽ നന്ദകുമാർ ഈ വാദം ഉന്നയിക്കുന്നത്. ആ വാദം പിണറായി വിജയനോ പാർട്ടിയോ ഇതുവരെ നിഷേധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ പാർട്ടിയുടെ നേതാക്കന്മാർ ഈ പാർട്ടിയുടെ അണികളെ ഏതു നിലയിലാണ് വഞ്ചിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു നേർചിത്രമല്ലേ നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാം. അല്ല, അത് മാത്രമല്ല, അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കഴിഞ്ഞതിലും അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം, എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം സാർ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതായത് ആ പത്രസമ്മേളനം അദ്ദേഹം പറയുന്നത് ഇത് വളരെ നല്ലൊരു ഡീലായിരുന്നു എന്നാണ്. അതായത്
ഒരു സീറ്റ്, അതായത് തൃശ്ശൂർ പോലെ ഒറ്റ സീറ്റ് അങ്ങോട്ട് വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കി എല്ലാ സീറ്റുകളിലും CPM ജയിക്കാനും അതോടൊപ്പം തന്നെ 2026 വീണ്ടും അധികാരത്തിൽ വരാനുമുള്ള ഒരു വലിയ അവസരമായിരുന്നു. ഇത് ഏറ്റവും ബെസ്റ്റ് ഡീലായിരുന്നു എന്ന് അത് മിസ് ചെയ്യേണ്ടായിരുന്നു. അത് വലിയ തെറ്റായി പോയി എന്നാണ് നന്ദകുമാർ ഇപ്പോൾ CPM ഉദ്ദേശിക്കുന്നത്. അല്ല, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് രതീഷ്. അതായത് BJPക്ക് ഒരു സീറ്റ് വിട്ടുകൊടുത്താൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന എന്താണ്? ലാവ്ലിൻ കേസ് അവസാനിപ്പിക്കും എന്നാണ്. ലാവ്ലിൻ കേസിനെ കുറിച്ച് കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ലാവ്ലിൻ കേസ് നീട്ടി കൊണ്ടുപോകുന്നു. ഇതാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നന്ദകുമാർ എന്താ പറയുന്നത്? നന്ദകുമാറിനോട് ജാവ്ഡേക്കർ പറഞ്ഞത് ഈ കേസിൽ നിന്ന് CBI പിന്മാറുമെന്നാണ്. അത് യഥാർത്ഥത്തിൽ നന്ദകുമാർ പറയുന്നത് നന്ദകുമാറിന് പോലും ഇത് വിശ്വസിക്കാൻ പറ്റിയില്ലെന്നാണ്. അതായത് ജാവ്ഡേക്കർ പറഞ്ഞ വി ഫോട്ട് ദ ലാവ്ലിൻ കേസ്, വി വിൽ കൺസീഡ് എന്ന് പറയുമ്പം നന്ദകുമാർ ചോദിക്കുകയാണ്, ഹൗ ക്യാൻ യു കൺസീഡ്, ബിക്കോസ് ഇറ്റ് ഈസ് എ CBI അപ്പീൽ. കാരണം CBI അപ്പീൽ കൊടുത്തിരിക്കുകയാണല്ലോ. ആ കേസിൽ നിങ്ങൾക്ക് അങ്ങനെ പിന്മാറാൻ പറ്റുമെന്ന് പറയുമ്പോഴത്തേക്കും ജാവ്ഡേക്കർ പറയുന്നു ആ കേസിൽ നിന്ന് ഞങ്ങൾ CBI പിന്മാറും. സോളിസിറ്റർ ജനറൽ വന്നിട്ട് ആ കേസിൽ നിന്ന് കാലഹരണപ്പെട്ടു പോയി, അതിന് സാക്ഷികളും പ്രതികളൊക്കെ മരിച്ചുപോയി, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറും എന്ന് ഉള്ള ഉറപ്പ് അമിത്ഷാ ജാവ്ഡേക്കറുടെ വീട്ടിൽ വന്ന് കൊടുക്കുമെന്നാണ് ജാവ്ഡേക്കർ പറയുന്നത്. മനസ്സിലായോ? അപ്പം സ്വാഭാവികമായും പിന്നെ അതിനുശേഷം പറയുന്നത് എന്താണ്? പിണറായി വിജയനായിട്ടുള്ള മറ്റ് കേസുകളെല്ലാം ക്ലോസ് ചെയ്യും, 26 തിരിച്ചു വരാനുള്ള അവസരം കൊടുക്കും. അതിനിടയിൽ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താണ്? ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നും പറഞ്ഞ് ഞങ്ങൾ നടന്നു, അത് തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് 2021 ഞങ്ങൾ പിണറായി സർക്കാരിനെ തിരിച്ചു കൊണ്ടുവന്നത് എന്ന് ജാവ്ദേക്കർ പറയുന്നതായിട്ട് നന്ദകുമാർ പറയുന്നുണ്ട്. മനസ്സിലായി? അപ്പം അടിസ്ഥാനപരമായി സംഭവിക്കുന്നത് എന്താ? BJPക്ക് ഒരു സീറ്റ് കൊടുത്താൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ നേതാവിനെതിരായിട്ടുള്ള അഴിമതി കേസ് ഇല്ലാതാക്കും, പിണറായി വിജയനെതിരായിട്ടുള്ള മറ്റ് അഴിമതി കേസുകളെല്ലാം ഇല്ലാതാക്കും. ഇതൊക്കെയാണ് വാദം. അപ്പോൾ സ്വാഭാവികമായും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ ഒരു പാർട്ടി നേതാവിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഈ പാർട്ടിയെ പരിപൂർണമായി വരിയുടയ്ക്കാനുള്ള ഡീലുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് CPM എന്നുള്ള നിലയിലേക്ക് വരുന്നു. എന്ന് മാത്രമല്ല, അതുപോലുള്ള ഡീലുകൾ ഉണ്ടാക്കി കൊടുക്കുന്നവരാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതും കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനം വന്നപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം എന്താ? ചുരുങ്ങിയത് ഒരു 500 CPM-കാരെയെങ്കിലും കണ്ണൂർ കൊന്നിട്ടുള്ള പാർട്ടിയാണ് ഈ BJP RSS. ആ BJPയുമായി ഈ പാർട്ടിയുടെ ഒരു സമുന്നത നേതാവ് ചർച്ച നടത്തി എന്നുള്ളത് അയാൾ തന്നെ അംഗീകരിച്ചിട്ടും അയാളെ തൊടാൻ ഈ പാർട്ടിക്ക് പറ്റുന്നില്ല. എന്നിട്ട് എന്താ പറയുന്നത്? അയാളുമായിട്ടുള്ള ബന്ധം ഇനി നിലനിർത്തരുത് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ആ നിലയിലേക്ക് ഈ പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു. പാർട്ടിയുടെ നേതാവിൻ്റെ അഴിമതികളിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി പാർട്ടിയുടെ വർഗശത്രുവുമായി സന്ധി ചെയ്യുന്നു. ആ സന്ധി ചെയ്യുന്ന മീറ്റിങ്ങിൽ കാർമ്മികത്വം വഹിക്കുന്നത് പാർട്ടിയുടെ സമുന്നത നേതാവ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയും. ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളതിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും, ഇത് ഏതാണ്ട് അന്ത്യത്തോടടുക്കുന്നു എന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ഏതാണ്ട് ഒരു അവസാന റീൽ ഓടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള തോന്നലാണ് ഇപ്പോൾ ശക്തിപ്പെട്ടു വരുന്നത്. എനിക്ക് തോന്നുന്നത് ഈ ജൂൺ 4 എന്ന് പറയുന്നത് ഒരു വലിയ വാട്ടർ ഷെഡ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ CPM-ൻ്റെ കാര്യത്തിൽ, അത് കഴിഞ്ഞിട്ട് ഞാൻ BJPയിലേക്ക് വരാം. കാരണം CPM-ൻ്റെ കാര്യത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 1-2 വെളിപ്പെടുത്തലുകൾ കൂടി ഉണ്ടായിട്ട്. ഒന്ന്, ഇപ്പോൾ നമുക്കറിയാം EP ജയരാജൻ ഇവിടെ പല പൊതുസമര പരിപാടികളിലും പങ്കെടുക്കാതെ, സാറിന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടാവും, അതായത് നമ്മുടെ രാജ്ഭവന് മുന്നിലുള്ള സമരത്തിൽ പോലും അദ്ദേഹം പങ്കെടുക്കാതെ കുറേ നാളുകളായി അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. ആ മാറി നിൽക്കുന്നതിനിടക്കാണ് ഈ നന്ദകുമാറിൻ്റെ ക്ഷേത്രത്തിലുള്ള ഒരു ചടങ്ങിന് അദ്ദേഹം ചെല്ലുകയും നന്ദകുമാറിൻ്റെ അമ്മയെ തന്നെ പൊന്നാട അണിയിച്ചുകൊണ്ട് ആദരിക്കുകയൊക്കെ ചെയ്തത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഇന്ന് അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ള അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയം നിർത്തുന്നതിനെക്കുറിച്ചും വൈദേഹം എന്ന് പറയുന്ന അവരുടെ റിസോർട്ടും കുറെ കൂടി ഭംഗിയായി നടത്തിയാൽ നല്ല വരുമാനം ഉണ്ടാകുമെന്നും ഞാൻ ഈ പരിപാടികളൊക്കെ നിർത്തുകയാണെന്നും ഈ നന്ദകുമാറിനോട് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ച ചെയ്തത് കൂടാതെ ഈ നന്ദകുമാറിൻ്റെ ഒരു സുഹൃത്ത് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്നും ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നന്ദകുമാറിൻ്റെ പേരിൽ ഷെയർ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം മാറിയതെന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം, ഇവർ എത്രത്തോളം ബന്ധത്തിലാണ് ഈ നന്ദകുമാറിനെ പോലെയുള്ള ആളുകൾ
ആളുകളും ഒന്നായി നമ്മൾ മനസ്സിലാക്കണമെന്ന്. രണ്ടാമതൊരു കാര്യം കൂടിയുള്ളത് സാർ, ഇത് ഇന്ന് അദ്ദേഹം നമ്മുടെ എം.വി. ഗോവിന്ദൻ മാഷിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, എം.വി. ഗോവിന്ദൻ താങ്കൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നൊരു പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞേക്കുന്നത് എന്നേക്കാൾ വലിയ ഫ്രോഡാണ് അയാളുടെ മകൻ. കാരണം അയാളുടെ മകൻ സ്വപ്ന സുരേഷിനെ വെച്ചിട്ട് എന്ത് ചെയ്തതാണ് 5 കോടി അടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണ് എന്നുള്ളതാണ്. ഇങ്ങനെ അതിനിശ്ചിതമായ മൂന്നാമത് അദ്ദേഹം നേരത്തെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആരാണ് മര്യാദക്കാരൻ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം അടുത്തൊരു ചോദ്യം ചോദിക്കുന്നത് ഇതിൽ മറ്റേ ഈ റാഡിക്കലും അതുപോലെ തന്നെ ഭൗതികവാദമൊക്കെ പുറമേ പറയലല്ലേ ഉള്ളൂ, അല്ലാതെ പ്രവൃത്തിയൊന്നും ഇല്ലല്ലോ എന്ന് അദ്ദേഹം വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഇത് ഈ എന്നെക്കൊണ്ട് കൂടുതൽ പറയിപ്പിക്കരുത് എന്ന് അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്. പറഞ്ഞാൽ നീരുവീഴ്ച ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു കുത്തക മുതലാളിമാരുടെ ഒരു ഏജന്റിന് ഒരു CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയെ വെല്ലുവിളിക്കാൻ കഴിയുമെങ്കിൽ, പലപ്പോഴും ഈ നന്ദകുമാറിൻ്റെയൊക്കെ യജമാനന്മാരായിട്ടുള്ള അദാനിക്കും അംബാനിക്കും ഒക്കെ ചിലപ്പോൾ വെല്ലുവിളിച്ചാൽ നമുക്ക് അതിനകത്ത് അത്ഭുതമില്ല. പക്ഷേ അവരുടെയൊക്കെ വെറും ഒരു ഏജന്റിന് പോലും വെല്ലുവിളിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവർക്ക് പോലും കീഴ്പ്പെട്ട് നിൽക്കുന്ന ലെവലിലേക്ക് ഈ പാർട്ടി മാറി എന്ന് പറഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ ഇതിൻ്റെ അന്ത്യമാണ് എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ ഇനിയും കേരളത്തിലെ പൊതുജനങ്ങളെ കുറെ കാലം കൂടി വഞ്ചിക്കാൻ പറ്റും എന്ന് ഇവർ വിചാരിക്കുന്നുണ്ട്. അല്ല, രതീഷ് പറഞ്ഞതിനകത്ത് അതെല്ലാം കിടപ്പുണ്ട്. ഈ പാർട്ടി എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് കോർപ്പറേറ്റ് വൽക്കരിക്കപ്പെട്ടുവെന്നും കോർപ്പറേറ്റുകളുടെ ശരിക്കും ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നതിന് പകരം ദല്ലാൽ ജയരാജനെന്നോ അല്ലെങ്കിൽ ദല്ലാൽ പിണറായി വിജയനെന്നോ അല്ലെങ്കിൽ ദല്ലാൽ ഗോവിന്ദ മാസ്റ്റർ എന്നോ വിളിക്കുന്നതായിരിക്കും ശരിയെന്നാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത്. നിങ്ങളിപ്പോൾ ജയരാജൻ്റെ കാര്യം തന്നെ എടുത്ത്, ജയരാജൻ അടിമുടി കമ്മ്യൂണിസ്റ്റേ അല്ല, ജയരാജൻ ഒരു കുത്തക മുതലാളിയാണ്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് എനിക്കിതെല്ലാം നിർത്തിയിട്ട് എനിക്ക് ഹോട്ടൽ കച്ചവടത്തിലേക്ക് പോകണം. ഇപ്പം പിന്നെ ജയരാജൻ്റെ പാർട്ടിക്കകത്ത കാര്യങ്ങൾ നമ്മൾ നോക്കിയേ, 20 വർഷങ്ങൾക്ക് മുമ്പാണ് സാന്റിയാഗോ മാർട്ടിൽ നിന്ന് 2 ഇത് മേടിച്ചത്. അതുപോലെ തന്നെ പാർട്ടി പ്ലീനം നടക്കുകയും അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം നടക്കുകയും ചെയ്യുന്ന ആ പ്ലീനം നടക്കുമ്പോൾ അന്നത്തെ ദേശാഭിമാനി പത്രത്തിലാണ് ചാക്കരാദാഷിൻ്റെ ഇത് വന്നത്. മനസ്സിലായോ? അയാളുടെ മകന് എങ്ങനെയാണ് ആക്കുളത്ത് പിന്നെ ഫ്ലാറ്റ് ഉണ്ടാകുന്നത്? എവിടെ നിന്നാണ് പൈസ? എന്ത് ബിസിനസ്സാണ് അയാൾ ചെയ്യുന്നത്? അയാൾക്ക് ശോഭ ഡെവലപ്പേഴ്സിൽ 2 ഫ്ലാറ്റ് ഉണ്ടെന്നുള്ള ആരോപണം ഉയർന്നിട്ടുണ്ട് തൃശ്ശൂർ. അതെ. അപ്പോൾ ഈ ജയരാജൻ എന്ന് പറഞ്ഞ ആളൊന്നും ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റേ ആയിരുന്നില്ല. അയാളൊക്കെ വെറും കോർപ്പറേറ്റാണ്. അയാളുടെയൊക്കെ ഒരു അലീബി അല്ലെങ്കിൽ ഒരു മറ അതാണ് ഈ റാഡിക്കലിസവും കമ്മ്യൂണിസവും ഒക്കെ. പിണറായി വിജയൻ ഇത് തന്നെയാണ്. പിണറായി വിജയനെ ശരിക്കും നമ്മൾ ദല്ലാൽ പിണറായി വിജയൻ എന്ന് വിളിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യൂസഫ് അലി മുതലുള്ള വലിയ ശതകോടീശ്വരന്മാരുടെ പിന്നെ ഭരണത്തിലുള്ള ഏജൻ്റാണ് പിണറായി വിജയൻ. അവർക്ക് വേണ്ടി ഏജൻസി പണി ചെയ്തു കൊടുക്കുന്ന ആളാണ് പിണറായി വിജയൻ. അതിൽ നിന്ന് ചെറിയൊരു പങ്കേട് പറ്റുന്നുള്ളൂ. ഇപ്പോൾ എം വി ഗോവിന്ദനെ തുണി ഉരിച്ച് കളഞ്ഞില്ല ഈ ചോദിച്ചതോടുകൂടി. എം വി ഗോവിന്ദൻ ഇയാൾ ഫ്രോഡാണെന്ന് പറഞ്ഞപ്പോൾ അയാൾ തിരിച്ചു പറയുന്നത് എന്താണ്? എം വി ഗോവിന്ദൻ്റെ മകൻ സ്വപ്ന സുരേഷുമായിട്ട് ബന്ധപ്പെട്ട് പണം അടിച്ചെടുക്കാൻ. അപ്പം ഇതിനകത്തുനിന്ന് വരുന്നത് എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊക്കെ പറയുന്നത് വെറും ഒരു കവചം, CPM വിപ്ലവം ഇതെന്നൊക്കെ പറഞ്ഞ കവചം മാത്രമാണ്. ഇതിനകത്ത് നിൽക്കുന്ന ഇവരെല്ലാവരും ഒരു പക്ഷേ ദല്ലാൽ നന്ദകുമാറിനേക്കാൾ തരം താഴ്ന്ന ദല്ലാൾമാരുടെ ഒരു കൂട്ടമായിട്ട് CPM അധപ്പതിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഏതാണ്ട് ഇതിൻ്റെ അന്ത്യത്തോട് അടുത്തിരിക്കുന്നുവെന്നും ജൂൺ 4 ഒരു വാട്ടർ ഷെഡ് ആയിരിക്കുമെന്നും ഞാൻ പറയാൻ കാരണം അതാണ്. ഇനി നമുക്ക് അടുത്ത് BJPയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ BJPയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ന്യൂസ്, അതിപ്പോൾ എയർ ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല ഇപ്പോൾ, പക്ഷേ മീഡിയ വൃത്തങ്ങളിൽ നിന്ന് കേൾക്കുന്നൊരു കാര്യം, പ്രകാശ് ജാവദേക്കർ തെരഞ്ഞെടുപ്പ് സമിതിക്ക് പരാതി കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശോഭാ സുരേന്ദ്രനെതിരെ. അതായത് ഇത്തരം ഡീലുകളുടെ ഒരു രഹസ്യാത്മകത സൂക്ഷിക്കാത്തതുകൊണ്ട് അദ്ദേഹം വലിയ കോപത്തിലാണെന്നും ആ കോപത്തിലായതുകൊണ്ട് തന്നെ അദ്ദേഹം പരാതി കൊടുത്തിരിക്കുന്നുവെന്നും മിക്കവാറും ശോഭാ സുരേന്ദ്രന് നടപടി ഉണ്ടാവുമെന്നും ആ നടപടി ഉണ്ടായി കഴിഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹം കേരളത്തിൽ നടത്താൻ പോകുന്ന, അതായത് തെരഞ്ഞെടുപ്പിന് ശേഷം നടത്താൻ പോകുന്ന അവലോകന മീറ്റിങ്ങിൽ പങ്കെടുക്കുള്ളൂ എന്നുള്ള ഒരു വാർത്തയാണ് സർ വരുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൊത്തത്തിൽ ഇതൊന്നും നടക്കുന്നതിന് BJPക്ക് പ്രശ്നമില്ല, പക്ഷേ ഇത് പുറത്തായതിൽ പ്രശ്നമുണ്ട്. ആ പുറത്താക്കിയത് ശോഭാ സുരേന്ദ്രനാണ്. അതുകൊണ്ട് ശോഭാ സുരേന്ദ്രന് നടപടി എടുക്കണം എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ ഈ CPMൻ്റെ ജീർണതയുടെ ഒരു 100 ഇരട്ടി ജീർണിച്ച പാർട്ടിയാണ് BJP എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ പുറത്തു വരുന്നത്. ഇപ്പം ദല്ലാൽ നന്ദകുമാറൊക്കെ പറയുന്നതിനകത്ത് കൃത്യമായി വരുന്നത്, ഒരു സീറ്റ് തന്നാൽ, നമ്മൾ ആലോചിച്ച് നോക്കണം, 20-ൽ 1 സീറ്റ് ഞങ്ങളെ വിജയിപ്പിച്ചാൽ എന്തൊക്കെ ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു CPM നേതാവ് നടത്തിയിട്ടുള്ള കൊടിയ അഴിമതിയുടെ ഒരു കേസിൽ നിന്ന് ഞങ്ങൾ പിന്മാറാം. CPM നേതാവിന് ബന്ധമുള്ള സ്വർണ്ണക്കള്ളക്കടത്ത്, ഡോളർ കള്ളക്കടത്ത് ഉൾപ്പെടെയുള്ള സീറ്റ് ഇത് ഞങ്ങൾ ക്ലോസ് ചെയ്യാം. 2026-ൽ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം.
നമ്മൾ ആലോചിക്കേണ്ടതെന്നറിയോ രതീഷ്, ബി ജെ പി എന്ന് പറഞ്ഞൊരു പാർട്ടിയാണ്, ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ പാർട്ടിക്ക് പ്രവർത്തകരുണ്ട് അല്ലേ, ആ പാർട്ടിക്ക് രാഷ്ട്രീയമായിട്ടുള്ള നയമുണ്ട്, പ്രത്യയശാസ്ത്രമുണ്ട്, എല്ലാമുണ്ട്. ആ പ്രത്യയശാസ്ത്രം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ ഏറ്റവും വലിയ ശത്രുവാണ് CPM. കാരണം ഒരു ഹിന്ദുത്വത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുവാണല്ലോ ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി എന്നുള്ള നിലയിൽ BJP എന്താണ് ചെയ്യേണ്ടത്? അരയും തലയും മുറുക്കി CPM-നെതിരെ പോരാടുകയും CPM-ൻ്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള പിണറായി വിജയനെതിരെ അഴിമതി കിട്ടിക്കഴിഞ്ഞാൽ പിടിച്ച് ജയിലിലാത്തിരിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഇതൊന്നും ഇല്ലാത്തവരെ പോലും പിടിച്ച് ജയിലിലിടുന്ന കാലമാണ്. ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള ഇപ്പം ആരാണ് പ്രകാശ് ജാവ്ദേക്കർ, 2 പ്രാവശ്യം കേന്ദ്രമന്ത്രിയായ CPM BJP-യുടെ ഉന്നതനായിട്ടുള്ള നേതാവാണ്. അയാൾ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുണ്ടാക്കി BJP ഒരു സമരസംഘടനയാക്കി കേരളത്തിൽ BJPക്ക് അധികാരമുണ്ടാക്കി കൊടുക്കുന്നതിന് പകരം അഴിമതിക്കാരനായിട്ടുള്ള ഒരു നേതാവിനെ അഴിമതിയിൽ നിന്നെല്ലാം ഞങ്ങൾ രക്ഷപ്പെടുത്തി തരാം, നിങ്ങൾ ഒരു സീറ്റ് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുന്ന അത്രയും വലിയൊരു ഗതികേടിലേക്ക് BJP എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടി എത്തി എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമല്ലേ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതായത് നമുക്ക് ഇതിൽ നിന്ന് കൺക്ലൂഡ് ചെയ്യാവുന്ന ഒരു കാര്യം, BJP യഥാർത്ഥത്തിൽ ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും ഇൻകം ടാക്സിനെയും ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റുകളെയും ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണ്, അതവരെ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ പക്ഷത്തേക്ക് നീങ്ങിയാൽ പലപ്പോഴും നമ്മൾ വാഷിംഗ് പൗഡറിലിട്ട് വെളുപ്പിച്ചു എന്നൊക്കെ പറയുന്ന ആരോപണങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ തന്നെ വെളുപ്പിച്ച് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ സ്വന്തം കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും അതുപോലെ തന്നെ ഇൻകം ടാക്സിനെയൊക്കെ ഉപയോഗപ്പെടുത്തുകയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തീരെ വ്യക്തമായി കഴിഞ്ഞു. അല്ല, ഞാൻ പറയുന്നത് എന്താണെന്നറിയോ രതീഷ്, നമ്മളിപ്പം ചർച്ച അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് പറയാവുന്നൊരു കാര്യം, ഇത് ശരിക്കും CPM-ൽ ആണ് ദല്ലാൾമാരുള്ളതെന്നുള്ളതല്ല, അതിനേക്കാൾ വലിയ ദല്ലാൾ. ഇപ്പോൾ ജാവ്ദേക്കർ എന്ന് പറഞ്ഞാൽ 1ാം നമ്പർ ദല്ലാളാണ്. ദല്ലാൾ ജാവ്ദേക്കർ എന്ന് നമുക്ക് അയാളെ ഇനി ഇതിനപ്പുറത്ത് വിളിക്കേണ്ട കാര്യം എന്താ? കാരണം ഒരു സീറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങളെന്ത് വൃത്തികേടും ചെയ്തു തരാം. അപ്പോൾ സ്വാഭാവികമായും പൊതുവിൽ നമ്മളെടുത്ത് പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ നാണം കെട്ടൊരവസ്ഥയാണെന്നുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം രാഷ്ട്രീയ പ്രവർത്തനം വിട്ട് തരം താണ ഏജൻസി പണി, കൂട്ടിക്കൊടുപ്പ് പണി, ദല്ലാൾ പണി എന്നുള്ളതിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, ആ ദല്ലാളന്മാരാണ് ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിനെ നിയന്ത്രിക്കുന്നത് എന്നുമുള്ള ഏറ്റവും ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് ഈ ചർച്ചയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാറേ, ഇപ്പോൾ ആലപ്പുഴയിൽ സാറിനെതിരെ മത്സരിച്ചിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. നമ്മൾ വ്യക്തിപരമായി അവർക്കെതിരെ സാർ അങ്ങനെ ആരോപണമൊന്നും ഉന്നയിച്ചില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് ഇവർ പറഞ്ഞേക്കുന്നത് വെറും തട്ടിപ്പുകാരിയാണെന്നാണ്. അതിന് അദ്ദേഹം ഉപോത്ബലകമായി പറയുന്ന നിരവധി തെളിവുകളുണ്ട്. ഒന്ന്, നമുക്ക് തന്നെ കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ, അതായത് ചെന്നൈയിൽ ഇവർ നോൺ ഒഫീഷ്യൽ ഡയറക്ടറായി 2019 അപ്പോയിൻറ്റഡ് ആണ്. അങ്ങനെ അവർക്ക് ഒരു TA കിട്ടും. ആ TA-യുടെ കാശ് പോലും നന്ദകുമാറിനെ കൊണ്ട് കൊടുപ്പിച്ചുകൊണ്ട് ആ TA പോക്കറ്റിലിടുകയാണ് ഇവർ ചെയ്തേക്കുന്നത്. കാരണം TA-ക്കുള്ള ടിക്കറ്റ് ഇയാളെ കൊണ്ട് എടുപ്പിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ഡൽഹിക്കുള്ള ടിക്കറ്റ് എടുപ്പിച്ചു. ഇങ്ങനെ നിരവധി തവണ ടിക്കറ്റുകൾ എടുപ്പിച്ചു എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ നന്ദകുമാർ പരിചയപ്പെടുത്തിയ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും 12,000 രൂപ ഇവർ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവരിപ്പോൾ കഴിഞ്ഞ ദിവസം പോലും പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സാമാന്യ മര്യാദക്ക് ഒരാളുടെ 10 ലക്ഷം രൂപ മേടിച്ചു, ഒരു സ്ഥലം കൊടുക്കാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ മേടിച്ചു. ആ 10 ലക്ഷം രൂപ മേടിച്ചതിന് ശേഷം നന്ദകുമാർ എന്ന് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ കടമെടുത്താൽ, ഈ ശോഭയുടെ സംരക്ഷിത ഭർത്താവായിട്ടുള്ള മോഹൻദാസ് എന്ന് പറയുന്ന ആളുടെ ഭാര്യയുടെ പേരിലുള്ള സ്ഥലമാണ് ശോഭാ സുരേന്ദ്രൻ വിൽക്കാൻ ശ്രമിച്ചത്. ആ ഭാര്യയുടെ പേര് പ്രസന്ന എന്നാണെന്നും അവർ ഈ സ്ഥലം തട്ടിയെടുക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ അവരുടെ സ്വർണവുമൊക്കെ തട്ടിയെടുക്കാൻ ശ്രമിച്ചാണെന്ന് പറഞ്ഞ് ചെന്നൈയിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടെന്നുമാണ്. അപ്പോൾ അതായത് അത്രമാത്രം മലീമസമായ ഒരു ലെവലിലേക്ക് നമ്മുടെ രാഷ്ട്രീയം മാറിയിട്ടുണ്ടെന്നുള്ളതാണ്. അല്ല, ഞാൻ പറഞ്ഞ ശോഭാ സുരേന്ദ്രൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് നമ്മൾ എന്താ കരുതിയിരുന്നത്? ഒരു വലിയ പോരാളി, ഒരു വലിയ വനിത, BJPക്കകത്ത് രക്തസാക്ഷി പരിവേഷമുള്ള ഒരു കാര്യം കൂടി ചോദിച്ചേക്കാം, അതും കൂടി സാർ കൂട്ടി പറഞ്ഞാൽ മതി. ഇപ്പം ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവർ തൃശ്ശൂരിൽ നിന്നും CPM-ൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിച്ചേനെന്നും, പക്ഷെ അതിന് ചോദിച്ച എമൗണ്ട് കൂടിപ്പോയി എന്നുമാണ് നന്ദകുമാർ പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇത് നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ പരമവിഡ്ഢികളും പമ്പര വിഡ്ഢികളുമാകുകയാണെന്നുള്ളതാണ്. ഇപ്പം എനിക്ക് പോലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യത്യസ്ത കാഴ്ചപ്പാടുണ്ടായത്. അവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എന്താണ്? അതിഭീകരമായിട്ടുള്ള അവസ്ഥയല്ല. അവർ വന്നിട്ട് പറഞ്ഞെന്താണ്, എനിക്ക് എൻ്റെ 8 സെൻറ്റ് സ്ഥലത്തിന് ഞാൻ അഡ്വാൻസ് ഇയാളിൽ നിന്ന് മേടിച്ചു, ഇയാൾ എനിക്ക് സ്ഥലം വിറ്റ് തരുന്നില്ല എന്നാണല്ലോ അയാൾ പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ശോഭാ സുരേന്ദ്രൻ്റെ, അവർ നന്ദകുമാർ പറയുന്ന ആരോപണം, ശോഭാ സുരേന്ദ്രൻ്റെ സംരക്ഷിത ഭർത്താവിൻ്റെ
സംരക്ഷിത അവരെ എന്ന് പറയുന്ന അയാളുടെ ഭാര്യയിൽ നിന്ന് അവരറിയാതെ ആ സ്ഥലത്തിൻ്റെ പവർ ഓഫ് അറ്റോർണി ഈ മോഹൻദാസ് മേടിച്ചിട്ട് അത് പിന്നെ ശോഭയ്ക്ക് കൊടുക്കുന്നു. ആ സ്ഥലമാണ് ശോഭ ദലാൽ നന്ദകുമാറിന് വിൽക്കാൻ ശ്രമിക്കുന്നത്. അതിനെതിരായിട്ട് കേസ് കിടക്കുന്നു. മനസ്സിലായി? അപ്പോൾ എത്ര നീചയായിട്ടുള്ള ഒരു വെച്ചാൽ സംസ്കാര സമ്പന്നമായിട്ടുള്ള ഭാഷ പറഞ്ഞാൽ എത്ര നീചയായിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു. അവർ ഏറ്റവും മലീമസമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോകുന്നൊരു സ്ത്രീയാണ്. അവർ താനെന്തോ വലിയ വിപ്ലവ നായികയാണെന്നും താനെന്തോ രക്തസാക്ഷി പരിവേഷമുള്ള സ്ത്രീയാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അവരാകപ്പാടെ തുണിയുരിഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം സത്യം പറഞ്ഞാൽ നിൽക്കുന്നത്. ഓരോ ദിവസവും ഈ നന്ദകുമാറിൻ്റെ മുന്നിൽ നിന്ന് അവർ നിരന്തരം അടിമേടിച്ചു കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ നമുക്ക് ആരെയും നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള ദയനീയമായിട്ടുള്ള ഒരവസ്ഥയിലാണ് നമ്മളിപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.